ഇത് 3 കിലോ നെയ്ച്ചോറിന്റെ അരിയാണ്. ഇത് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റുമോ? അതിനു മുമ്പ് നമുക്ക് ഫക്കീർ മിസ്കീന് തമ്മിൽ ഇപ്പോഴും നമുക്ക് ആരാണെന്ന് മനസ്സിലാവാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ വിചാരിക്കും യാചകരാണ് ഫക്കീർ മിസ്കീന്. അതല്ല, ഫക്കീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 100 രൂപയോളം ഒരു ദിവസം ആവശ്യമുണ്ട്. അതിലവൻക്ക് കിട്ടുന്നതാണെങ്കിൽ 30-ഓ 40-ഓ ആണ് വരുമാനം. അവൻക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. ഇനി മിസ്കീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരുവിധം ആളുകൾ, ഗൾഫുകാരടക്കം അതിൽ പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ്. മിസ്കീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 100 രൂപയോളം അവൻക്ക് ആവശ്യമുണ്ട്. അതിൽ 90 രൂപ 95 രൂപയോളം അവൻക്ക് കിട്ടുന്നത്, ബാക്കി 5 രൂപയോളം 100ലേക്ക് എത്തിപ്പെടുന്നില്ല. അതിനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം ആളുകളൊക്കെ മിസ്കീന്റെ ഇനത്തിൽ പെടുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതാണ്. നമ്മൾ തുടക്കം കുറിച്ചത് നെയ്ച്ചോറിന്റെ അരി ഫിത്ർ സക്കാത്തായി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുക്കുന്നതിന്റെ നിബന്ധന ആ നാട്ടിലെ പ്രധാനപ്പെട്ട ധാന്യമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പെരുന്നാൾ ദിവസത്തിൽ ആരും കുമ്പളങ്ങക്കറിയും അതുപോലെ തന്നെ സാധാ ചോറും അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയൊന്നും അല്ലല്ലോ ആരും ഉണ്ടാക്കുക. ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള മന്തിയോ അതല്ലെങ്കിൽ നെയ്ച്ചോറിന്റെ അരിയോ അതൊക്കെ അല്ലേ ഉണ്ടാക്കല്. അപ്പൊ ഉള്ളതിൽ നിന്നുള്ള നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക. ഇത് 3 കിലോനാണ്. ഇത് 3 കിലോന് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. കഴിയുന്നതും ഇത് 3 ആളുകളേക്ക് ഒറ്റ വ്യക്തി കൊടുക്കുന്നതിന് പകരം ഇത് 3 ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല അഫ്ളൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.